ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് 5:30 മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ 5:30 തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ സവാളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ബീട്രൂട്ട് ഒന്ന് കറി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ച മുന്തിരിയാണ്, ബ്ലാക്ക് മുന്തിരി, ജ്യൂസ് മുന്തിരി. അപ്പോൾ അതൊന്ന് ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും വിനീഗറും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ കിടന്നിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ട്. തവി വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണം. കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിമുളകും താളിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടറ്റോ കറി വെച്ചാലാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വെക്കാറുള്ളത്. പിന്നെ പരിപ്പ് ഞാൻ നല്ലപോലെ വേവിച്ചിട്ടില്ല, കുറച്ചൊന്ന് വേവിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ ഈ കടായിലേക്ക് ഇട്ടിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. പരിപ്പ് കറിക്ക് അധികം വെന്ത് പോകണ്ട കേട്ടോ പരിപ്പ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരി വേവിക്കാൻ വെച്ചേക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം ജ്യൂസാക്കി എടുത്താൽ മതി. ഇനി പരിപ്പ് കറിയിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഒരു 3-4 കഷ്ണം ഉള്ളിയും അല്പം മഞ്ഞൾപ്പൊടിയും 2-3 ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തിള വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചുവന്ന മുളകും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് പോകാനുള്ള സമയമായി വരുന്നുണ്ട്. എന്നിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാൻ ഇന്നലെ തന്നെ തലേദിവസം തന്നെ റെഡിയാക്കിയിട്ട് ഒരുവിധം പൊങ്ങി കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം റെഡിയാക്കി എടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പം തണുപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇപ്പോൾ ലഞ്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഴുകാറുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാനത് 2-3 തുള്ളി പുൽത്തൈലവും പിന്നെ ഹാൻഡ് വാഷ് ലിക്വിഡും വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗ്ലാസ് ക്ലീനറിൻ്റെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ ഇത്. അതുപോലെ തന്നെ ഉറുമ്പുകൾ, ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് മാറി കിട്ടും. അതുപോലെ നല്ല നീറ്റാവുകയും ചെയ്യും. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ കിച്ചണിൽ എപ്പോഴും. അങ്ങനെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കും കറികളൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത്. ഇതിനകത്ത് കുറച്ച് പണികളുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണികളെല്ലാം ഒരു 11 മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയും. അപ്പോൾ അലക്കാനിടാനുള്ളത് ഞാൻ ഫസ്റ്റിന് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തലേ ദിവസം കുറച്ച് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അടുത്ത ലോഡ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു ലോഡെങ്കിലും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇരട്ടി പണിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മടക്കി കബോർഡിലേക്ക് വെക്കുകയാണെങ്കിൽ ആ പണിയും നമുക്ക് കഴിഞ്ഞു കിട്ടും. അത് പിന്നത്തേക്ക് വെച്ച് കഴിയുമ്പോൾ അത് പിന്നെയും കൂടി വന്ന് നമുക്ക് തന്നെ അതൊരു വലിയ പണിയാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഈ ബ്രഷ് ഞാൻ അടുത്ത് തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. നല്ല ബ്രഷാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും. അതുപോലെ തന്നെ മുടി അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ഇടയ്ക്ക് ഇതേപോലെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് വാക്യൂം ക്ലീനർ കൊണ്ടും ക്ലീൻ ചെയ്യലുണ്ട്. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഈ ബ്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് കിടന്നോളും. വാക്യൂം ക്ലീനർ നമുക്ക് എന്നും എടുക്കാൻ പറ്റില്ല. ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് വാക്യൂം ക്ലീനർ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇത് ഗ്ലാസ് ക്ലീനറാണ് കേട്ടോ. ഇത് പലരും ചോദിക്കലുണ്ട് എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് ഗ്ലാസ് ക്ലീനർ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കൊളീൻ്റെ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഐറ്റംസ് എല്ലാം, അതുപോലെ മിറർ, ടീപ്പോയി, പിന്നെ ഡൈനിങ് ടേബിൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. നല്ല സ്മെല്ലും കാര്യങ്ങളും അതുണ്ടാവുകയും ചെയ്യും കേട്ടോ. പ്ലാന്റ്സൊക്കെ ഞാൻ വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തിന് ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടുകയും ചെയ്യും. വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അകത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മുന്തിരി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ മക്കൾ ഈവനിങ് വരുന്ന സമയത്ത് നമുക്കത് വെള്ളം മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് വെത്താൽ മതി. നമുക്ക് വരുമ്പോൾ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ 2 ബോട്ടിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മക്കൾ തന്നെയാണെങ്കിലും ഇത് റെഡിയാക്കി കഴിച്ചോളൂ. ഇനിയിപ്പോൾ ഞാൻ തീർന്ന ഐറ്റംസൊക്കെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ടൈം വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചാൽ ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓയിൽ ബോട്ടിൽ, ഉപ്പ് ഭരണി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതേപോലെ മസാല ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് തീർക്കാനും പറ്റും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.